അപ്പോൾ ഇതിൽ ഷോർട്ടസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഏത് വരും? ബിയും ഡിയും വരും, എയും വരും അല്ലേ? ബിയും ഡിയും ഉണ്ട്, എയും ഉണ്ട്. അതാണ് എന്തെന്ന് ഷോർട്ടസ്റ്റ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്തൊക്കെ വരും? ഡിയും, അതായത് എ ഡിസ്റ്റൻസ് ഓഫ് എയും ഉണ്ട്, കോമ ബി കോമ ഡി. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഈക്വൽ ടു 9. ഇനി എന്ത് ചെയ്യണം? പുതിയ ക്ലസ്റ്റർ ഫോം ചെയ്യാനാണ്. C4 എനിക്ക് ഫോം ചെയ്തു. എന്തൊക്കെ എഴുതാം? എയും ബി ഡിയും ഒരുമിച്ച് എഴുതണ്ടേ? അപ്പോൾ എ കോമ ബി കോമ ഡി. പിന്നെ അടുത്ത ക്ലസ്റ്റർ എന്താ? സി കോമ ഇ. പിന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ? മാക്സിമം ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഇനി കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഓഫ് എ കോമ ബി കോമ ഡി കോമ സി കോമ ഇ. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? മാക്സിമം ഡിസ്റ്റൻസ് വാല്യൂ ആണ് എനിക്ക് ഫോം ചെയ്യേണ്ടത്. മാക്സിമം ഡിസ്റ്റൻസ് വാല്യൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് എന്താ? 11 ആണ്. അപ്പോൾ ഇപ്പോൾ 11 വന്നു. ഇനി ഒരു മെട്രിക്സ് എനിക്ക് ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ? തീർന്നു എൻ്റെ പ്രോസസ്സിങ് അല്ല. ഇനി മെട്രിക്സ് ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. 11 എന്ന് പറയുമ്പോൾ ഒരൊറ്റ മെട്രിക്സ്, ഒരു എലമെൻറ്റേ ഉള്ളൂ. ഇനി അപ്പോൾ എൻ്റെ ഫൈനൽ ആൻസർ എനിക്ക് ഇനി എന്ത് എഴുതാം? ന്യൂ ക്ലസ്റ്റേഴ്സിന് എനിക്ക് ഫോം ചെയ്യണത് ഇനി ഏതായിരിക്കും ഇനി വരാൻ സാധ്യതയുള്ളത്? C5 എന്ന് പറയുന്നത് എന്തെഴുതാം? എ ബി ഡി സി ഇ അല്ല, ഇതല്ലേ പുതിയ ക്ലസ്റ്റർ. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്നതാണ്. എ ബി സി ഡി ഇ. ഇതാണ് എന്തെന്ന് എൻ്റെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. ഇതാണ് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ്ങിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്.